إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ദുനിയാവ് ഏത് നിമിഷവും നമ്മൾ യാത്ര പറയാൻ ഒരുങ്ങി തയ്യാറാകേണ്ടുന്ന ലോകമാണ്. മരിക്കാത്ത പരലോകത്തേക്കുള്ള യാത്രയിലാണ് ഈ ദുനിയാവിലെ ഓരോ ചുവടുവെപ്പും. അല്ലാഹുവിലേക്ക് നാം എത്തിയാൽ മരിക്കാത്ത ശാശ്വതമായ പരലോകത്ത് ഒന്നുകിൽ നമ്മൾ നരകത്തിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തിലായിരിക്കും. ഈ രണ്ടാലൊരു വിഭാഗത്തിലായിരിക്കും നമ്മുടെ പര്യവസാനം. ആ പരലോകത്തെ ചിന്തകൾ സ്വരുക്കൂട്ടി പരലോകത്ത് സ്വർഗം നേടാനാണ് മുസ്ലിമീങ്ങൾ ഈ ദുനിയാവിൽ അധ്വാനിക്കേണ്ടത്. അവരുടെ ഇഹലോകത്തെ ചിന്തകളും പ്രധാനപ്പെട്ട ചർച്ചാവിഷയങ്ങളും അവരുടെ ഉറക്കം കെടുത്തേണ്ടുന്ന ചർച്ചകളുമെല്ലാം പരലോക വിജയം നേടാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ളതായിരിക്കണം. നൈമിഷികമായ ദുനിയാവിലെ എന്തെങ്കിലും നേട്ടങ്ങളോ കളി വിനോദങ്ങളോ ഒരിക്കലും നശിക്കാത്ത പരലോക നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് നമുക്ക് തടസ്സമാകരുത്. നമ്മുടെ സന്തോഷങ്ങൾ, നമ്മുടെ ആഘോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ചതുപോലെയായിരിക്കണം. അല്ല, നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള കാര്യങ്ങൾ, നമ്മൾ ആനന്ദത്തിന് വക കണ്ടെത്തുന്ന കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞതുപോലെയായിരിക്കണം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുള്ള കാര്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ടാണ് അല്ലാഹു ഇത് പറയുന്നത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫി സുദൂർ വഹുദൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ. ഓ മനുഷ്യരെ, നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സാരോപദേശം വന്നെത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിലെ രോഗങ്ങൾക്കത് ശമനൌഷധമാണ്. നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾക്കത് സാന്ത്വനമാണ്. വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. അല്ലാഹുവിലും അവന്റെ റസൂലിലും പരലോകത്തിലും ഈമാനുള്ളവർ
വിശ്വാസമുള്ളവർ, മുഅ്മിനീങ്ങൾ, അവർക്കത് കാരുണ്യവും മാലോകർക്കത് സന്മാർഗദർശനവുമാണ്. എന്താണത്? പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആൻ അടിത്തറപാകുന്ന ഈ ദീനിന്റെ സന്ദേശമാണ്. എന്നിട്ട് അല്ലാഹു അടുത്ത ആയത്തിൽ പറഞ്ഞു, ഖുൽ, പറയുക നബിയെ, മാനവർക്ക് വന്നെത്തിയ സന്മാർഗദർശനം, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാരോപദേശം, ഹൃദയങ്ങളിലെ രോഗങ്ങൾക്ക് ശമനൌഷധം, ഇതെല്ലാമായിട്ടുള്ള ബിഫദ്ലില്ലാഹി വബിറഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ടും അവന്റെ ഔദാര്യം കൊണ്ടും അവർക്ക് ലഭിച്ച ഖുർആൻ, പരിശുദ്ധ ദീൻ അൽ ഇസ്ലാം, ഫബിദാലിക ഫൽയഫ്റഹു, അതുകൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ ഇഹലോകത്ത് സ്വരുക്കൂട്ടുന്ന സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെക്കാൾ, സ്ഥാനങ്ങളെക്കാൾ, നേട്ടങ്ങളെക്കാൾ, അധികാരങ്ങളെക്കാൾ, രാഷ്ട്രീയ വിജയങ്ങളെക്കാൾ അവർക്ക് ഉത്തമമായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ കൊണ്ട് സന്തോഷിക്കലാണ്, ഖുർആൻ കൊണ്ട് സന്തോഷിക്കലാണ്, മുസ്ലിമിന്റെ ഇസ്സത്തിൽ ജീവിക്കുന്നതിൽ സന്തോഷിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവർ എന്തെല്ലാം സമ്പാദിക്കട്ടെ, ദുനിയാവിൽ എന്തെല്ലാം നേടട്ടെ, അതിനേക്കാളെല്ലാം അവർക്ക് ഉത്തമമായത് ഇതാണ്: അല്ലാഹുവിന്റെ ദീൻ കൊണ്ട് സന്തോഷിക്കുക, ഖുർആൻ കൊണ്ട് സന്തോഷിക്കുക, മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നതിൽ സന്തോഷിക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുള്ള കാര്യമാണിത്. അതിലാണ് അവർ സന്തോഷിക്കുന്നത്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തു റൂമിലെ തുടക്കത്തിലെ വചനങ്ങളിൽ ഓർമ്മപ്പെടുത്തി, പേർഷ്യക്കാർക്കെതിരെ റോമക്കാർക്ക്, അഹ്ലുൽ കിതാബിന് വിജയം ലഭിച്ച സംഭവം അല്ലാഹു എടുത്തു പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് ആപേക്ഷികമായി അത് വിജയമായതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, വയൗമ ഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർക്ക്, മുഅ്മിനീങ്ങൾക്ക് അന്നേ ദിവസം സന്തോഷമുണ്ടാകുന്നു, അവരതിൽ സന്തോഷിക്കുന്നു. കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ വിജയം ലഭിച്ചത് അവർക്ക് സന്തോഷമുണ്ടാക്കുന്നു. ബിനസ്രില്ലാഹി യൻസുറു മയ്യശാ, അല്ലാഹുവിന്റെ സഹായവും വിജയവും അനുകൂലമായതിനാൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവരെ അവൻ വിജയിപ്പിക്കുന്നു, സഹായിക്കുന്നു. അതിനാൽ അവർ സന്തോഷിക്കുന്നു. മുഅ്മിനീങ്ങൾ സന്തോഷിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ, ശിർക്കിനും കുഫ്റിനുമെതിരിൽ, അനിസ്ലാമിക പ്രത്യയശാസ്ത്രങ്ങൾക്കെതിരിൽ ഇസ്ലാമിനും മുഅ്മിനീങ്ങൾക്കും വിജയമുണ്ടാകുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ വകുപ്പുണ്ട്. അല്ലാഹുവിന്റെ വിജയത്തിൽ, അവരുടെ സാമർത്ഥ്യം കൊണ്ട്, അവരുടെ പ്ലാനിംഗ് കൊണ്ട്, അവർ ഭൗതികമായി നൽകിയ വാഗ്ദാനങ്ങളുടെയും പദ്ധതികളുടെയും സത്യപുലർച്ച കൊണ്ട്, ഇതൊന്നുമല്ല, മറിച്ച് അല്ലാഹുവിന്റെ കനിവ് കൊണ്ട്, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് മുഅ്മിനീങ്ങൾക്ക്, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കുമേൽ വിജയം ലഭിച്ചാൽ അവർ സന്തോഷിക്കും. അവരാണ് സന്തോഷിക്കുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾ സന്തോഷിക്കുന്ന മറ്റൊരു രംഗത്തെ കുറിച്ച് പറയുന്നു. സഹോദരങ്ങളെ, ഇത് ഈ മിമ്പറിൽ പറയാൻ നമുക്ക് അവകാശമുണ്ട്. അല്ലാഹുവിന്റെ മസ്ജിദിൽ അവന് മാത്രം സുജൂദ് ചെയ്യുന്നിടത്ത് പറയാൻ ഇത് നമുക്ക് അവകാശമുണ്ട്. മുസ്ലിമീങ്ങൾ ഇത് പറഞ്ഞു ഉത്ബോധിപ്പിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇതിവിടെ സാധിച്ചില്ലെങ്കിൽ പിന്നെ എവിടെ സാധിക്കും? നമ്മൾ സന്തോഷിക്കേണ്ടത്, നമ്മൾ ആഹ്ലാദിക്കേണ്ടത്, നമ്മൾ മനം തുറന്ന് ഹൃദയം നിറഞ്ഞ് ആർമാദത്തിലാകേണ്ടത് ദീന് കൊണ്ടാണ്, ഇസ്ലാം കൊണ്ടാണ്. ഞാൻ ആവർത്തിച്ചു പറയട്ടെ, കുഫ്റിനെതിരെ, ശിർക്കിനെതിരെ, തോന്നിവാസങ്ങൾക്കെതിരെ, അനിസ്ലാമികതകൾക്കെതിരെ ഇസ്ലാമിന് വിജയം ലഭിക്കുമ്പോൾ, അന്തസ്സുള്ള ഇസ്സത്തുള്ള മുസ്ലിമീങ്ങൾക്ക് കുഫാറുകൾക്കെതിരെ വിജയം ലഭിക്കുമ്പോൾ അവർ സന്തോഷിക്കണമെന്ന് ആരാണ് പറഞ്ഞത്? സർവ്വ മനുഷ്യരെയും പടച്ച അല്ലാഹുവാണ് പറഞ്ഞത്. അവന്റെ വചനമാണിത്, ഖുർആൻ. സൂറത്തു സഫിൽ അല്ലാഹു അത്തരത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. യഗ്ഫിർ ലക്കും ദുനൂബക്കും വയുദ്ഖിൽക്കും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്ൻ ദാലികൽ ഫൗസുൽ അദീം. മുസ്ലിമീങ്ങൾ നേടുന്ന ഉത്തമമായ വിജയം, ഏറ്റവും മഹത്തായ വിജയം എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു. അവർക്ക് അല്ലാഹു പുറത്തു നൽകുന്നു, മഗ്ഫിറത്ത് നൽകുന്നു,
താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ, ഉന്നതമായ സ്വർഗീയ ഭവനങ്ങളിൽ അള്ളാഹു അവരെ പാർപ്പിക്കുന്നു. ദാലിക്കൽ ഫൗസുൽ അദീം, ഇതാണ് ഏറ്റവും മഹത്തായ വിജയം. ഈ ദുനിയാവിൽ നിങ്ങൾ നേടുന്ന എന്തു വിജയവും ഈ വിജയവുമായി തട്ടിച്ചു നോക്കിയാൽ അതെല്ലാം ഒരു പുൽക്കൊടി കണക്കെ നശിച്ചൊടുങ്ങുന്ന നൈമിഷികമായ നിസാരമായ നേട്ടമാണ്. മരിക്കാത്ത പരലോകത്ത് അല്ലാഹു നൽകുന്ന സ്വർഗീയ ഭവനങ്ങളിൽ അവന്റെ പാപമോചനവും തൃപ്തിയും, അതിലുപരി അവന്റെ ഏറ്റവും മനോഹരമായ മുഖം നേരിട്ട് കാണാനുള്ള ആസ്വാദനവും അവർക്ക് അനുവദിച്ചു നൽകുന്ന മഹത്തായ വിജയം, അതാണ് യഥാർത്ഥ വിജയം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇത് ആഖിറത്തിൽ പരലോകത്ത് സ്വർഗത്തിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടമാണെങ്കിൽ നൈമിഷികമായ ദുനിയാവിൽ അവർ മറ്റൊന്നും കൂടി ആഗ്രഹിക്കും. അവർ ആഗ്രഹിക്കുന്ന മറ്റൊരു വിജയം കൂടിയുണ്ട്. അവർ ഇഷ്ടപ്പെടുന്ന, അവർ സന്തോഷിക്കുന്ന മറ്റൊരു വിജയം. നസ്റും മിനല്ലാഹി വഫത്ഹുൻ ഖരീബ്, അല്ലാഹു അവർക്ക് മുഅ്മിനീങ്ങൾക്ക് ഇസ്ലാമിന് നൽകുന്ന സഹായം, അല്ലാഹു അവർക്ക് നൽകുന്ന ആസന്നമായ വിജയം, ഈ ഭൗതിക ലോകത്ത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ദീനിന്റെ പേരിൽ നൽകുന്ന വിജയം, അതാണ് അവർ ഇഷ്ടപ്പെടുന്നത്. ഇതായിരിക്കണം മുസ്ലിമീങ്ങൾ ഇഷ്ടപ്പെടേണ്ടത്. ഈ വിജയമാണ് മുസ്ലിമീങ്ങൾ ദുനിയാവിൽ കൊതിക്കേണ്ടത്. ഇതിന്റെ ഏറ്റവും ആത്യന്തികമായ അവസാനിക്കാത്ത വിജയമാണ് പരലോകത്തിൽ അവർക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെക്കുന്നത്. അത്തരക്കാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ആയത്തുകളുടെ വെളിച്ചത്തിൽ മുസ്ലിമിന് സന്തോഷിക്കാൻ വകയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. അൽ ഖുർആൻ വൽ ഇസ്ലാം വൻതിസാറുൽ ഹഖ് അലൽ ബാതിൽ വതഗല്ലുബുൽ മുസ്ലിമീന അലൽ കാഫിരീൻ ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉൽയ വകലിമത്തുൽ ലദീന കഫറു സുഫ്ല. ഖുർആൻ കൊണ്ട്, ഇസ്ലാം കൊണ്ട്, സുന്നത്ത് കൊണ്ട് ബാത്തിലിനെതിരെ, ഇസ്ലാമിന്റെ സത്യമായ ഹഖിനെതിരെ, ബാത്തിലിനെതിരെ ഹഖിന് ലഭിക്കുന്ന വിജയം, കുഫ്റിനും ശിർക്കിനുമെതിരെ ഹഖായ ഇസ്ലാമിന് ലഭിക്കുന്ന വിജയം, കാഫിരീങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കുന്ന വിജയം, ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരെ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കുന്ന വിജയം, അല്ലാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് കുഫ്റിന്റെയും ശിർക്കിന്റെയും വചനങ്ങളെക്കാൾ, പ്രത്യയശാസ്ത്രത്തെക്കാൾ ഈ ഭൗതിക ലോകത്ത് ഉന്നതിയിലാകാൻ സാധ്യമാകുന്ന വിജയം, ഇതാണ് മുസ്ലിമീങ്ങൾക്ക് സന്തോഷിക്കാൻ വകുപ്പുള്ള വിജയം. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അതവർ ദുനിയാവിൽ സ്വരുക്കൂട്ടുന്ന എന്തിനേക്കാളും, അവിടെ അല്ലാഹു കൃത്യമായൊരു നിർവചനം നൽകിയില്ല. ദുനിയാവിൽ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന എന്തും അവിടെ ഉൾപ്പെടും. അതിനേക്കാളെല്ലാം മഹത്തായ വിജയം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഐഹിക ലോകത്തെ നേട്ടങ്ങൾ കാരണമായി സന്തോഷിക്കുന്നത് പോലും, അമിതമായി പരിധി വിട്ട് മനം നിറഞ്ഞ് സന്തോഷിക്കുന്നത് പോലും പരിശുദ്ധ ഖുർആനിൽ ആക്ഷേപിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റഅദിൽ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വഫരിഹു ബിൽ ഹയാത്തിദ് ദുനിയ വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാ. കുഫാറുകൾ, സത്യനിഷേധികൾ, ധിക്കാരികൾ, തോന്നിവാസികൾ, മുശ്രിക്കുകൾ, അവർ ഐഹിക ലോകത്തെ സുഖങ്ങൾ കൊണ്ട് സന്തോഷിക്കും. നോക്കൂ നിങ്ങൾ, ആരുടെ വിശേഷണമായി പറഞ്ഞതാണത്? വഫരിഹു ബിൽ ഹയാത്തിദ് ദുനിയ, ദീനിന്റെ ശത്രുക്കൾ, പരലോകത്തിൽ വിശ്വാസമില്ലാത്തവർ, അവർ ഐഹിക ലോകത്തെ വിഭവങ്ങൾ കൊണ്ട് സന്തോഷിക്കും, മതിമറക്കും. എന്നാൽ എന്താണ് ആ ഐഹിക ലോക വിഭവങ്ങളുടെ കാര്യം? വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാ. ആഖിറവുമായി, പരലോകവുമായി തട്ടിച്ചു നോക്കിയാൽ ഐഹിക ലോകം തുച്ഛമായ നൈമിഷികമായ വിഭവം മാത്രമാണ്. ആ നിസാരമായ കാര്യത്തെക്കുറിച്ച് അവർ സന്തോഷിച്ചു മതിമറക്കും. കാരണം അവർക്കിതല്ലാത്ത മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള വീണ്ടും വിചാരമില്ല, സങ്കല്പമില്ല, പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല. അവർക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു ജീവിതം, ഈ ദുനിയാവിൽ നശിച്ചൊടുങ്ങുന്ന ജീവിതം. അതുകൊണ്ട് പരമാവധി ഇവിടെ ആസ്വദിക്കുക, സന്തോഷിക്കുക, മതിമറക്കുക, ആനന്ദിക്കുക, കൂത്താടുക, ഇതാണ് അവരുടെ ലക്ഷ്യം. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ അങ്ങനെയുള്ളവരാണോ? നമ്മൾ അങ്ങനെയുള്ളവരാണോ? പരലോകത്തിലും സ്വർഗ നരകങ്ങളിലും വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം ഈ നിസ്സാരമായ ആദർശ വൈരുദ്ധ്യത്തിനും അതുപോലെ തന്നെ വൈകൃതത്തിനും നമ്മെ കാരണമാക്കേണ്ടതുണ്ടോ? അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഖാറൂൻ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ
ബനൂ ഇസ്രായേലിൽ ജീവിച്ചു മണ്ണടിഞ്ഞ അല്ലാഹു എക്കാലത്തെയും ധനാഢ്യന്മാർക്ക്, ഭൗതിക സ്ഥാനീയർക്ക്, അധികാരികൾക്ക്, അഹങ്കാരികൾക്ക്, പൊങ്ങച്ചക്കാർക്ക്, ദുനിയാവ് വെട്ടിപ്പിടിച്ചവർക്ക് മാതൃകയായി ഗുണപാഠമായി ഖുർആനിൽ വിവരിച്ച ഖാറൂനിന്റെ സംഭവം ഈ വിഷയത്തിൽ നമ്മൾ ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിൽ ഖാറൂനിന്റെ സംഭവം പറയുന്നു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വത ഇദ് ഖാലൂ ലഹു ഖൗമുഹു ലാ തഫ്റഹ്. ഖാറൂൻ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിൽപ്പെട്ട ബനൂ ഇസ്രായേലിലെ ഉന്നത സ്ഥാനീയനായിരുന്നു, അധികാരിയായിരുന്നു, ധനാഢ്യനായിരുന്നു. വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹഹു ലതനൂഉ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ്വ. അവന്റെ ഭൗതിക ഖജനാവകളുടെ താക്കോലുകളുടെ കൂട്ടം, അവന്റെ സമ്പത്തിന്റെ ശേഖരങ്ങളുടെ താക്കോലുകളുടെ കൂട്ടം ഒരു സാമാന്യം വലുപ്പമുള്ള ശക്തരും മല്ലരുമായ സംഘത്തിലെ അംഗങ്ങൾക്ക് വഹിക്കാൻ മാത്രം ഭാരം, അല്ലെങ്കിൽ അവർക്ക് താങ്ങാവുന്നതിലപ്പുറം ഭാരം. അല്ലാഹു ഖുർആനിൽ പറയുന്നു, അവന്റെ ഖജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങൾ, അതിനെ വഹിക്കാൻ ശക്തരും മല്ലരുമായ 7-10 മടങ്ങുന്ന, അല്ലെങ്കിൽ 7 മുതൽ 10 വരെ അംഗങ്ങളുള്ള ശക്തരും മല്ലരുമായ ആളുകൾ, അവർ ഭാരം വഹിച്ചാൽ എത്രയുണ്ടാകും? അവർക്കും താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു അവന്റെ ഖജനാവുകളുടെ താക്കോൽ കൂട്ടങ്ങൾ. ഇത്രയും വലിയ സമ്പന്നൻ. ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഹ്. അവന്റെ സമൂഹത്തിൽ അവനോട് ഗുണകാംക്ഷയുള്ള, അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവർ അവനോട് പറഞ്ഞു, നീ പുളകം കൊള്ളണ്ട, ലാ തഫ്റഹ്, നീ സന്തോഷിക്കണ്ട, നിനക്ക് ലഭിച്ച അധികാരത്തിലും സമ്പത്തിലും നീ സന്തോഷിക്കണ്ട, ലാ തഫ്റഹ്, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ദുനിയാവിൽ നൽകപ്പെട്ട നേട്ടങ്ങൾക്കുമേൽ സന്തോഷിക്കുന്നവൻ അല്ലാഹു ഇഷ്ടപ്പെടൂല എന്നാണ് അല്ലാഹു ഓർമ്മ. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. ദുനിയാവിലെ നേട്ടങ്ങൾക്കുമേൽ മതിമറക്കുന്ന സന്തോഷം അതുള്ളവനെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ആ മനുഷ്യർ ഖാറൂനിനെ നോക്കി പറഞ്ഞു എന്നാണ്. എന്നിട്ട് അവർ ഉപദേശിച്ചു, വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ. ശരി, നിനക്ക് സമ്പത്ത് ലഭിച്ചു, നിനക്ക് അധികാരം ലഭിച്ചു, ദുനിയാവിലെ നേട്ടങ്ങളുണ്ട്, നീ ആ നേട്ടങ്ങളെ ആഖിറം തേടാൻ ഉപയോഗിച്ചോളൂ. നശിക്കാത്ത പരലോകത്തെ നേട്ടങ്ങൾക്ക് വേണ്ടി ദുനിയാവിലെ നിനക്ക് ലഭിച്ച നേട്ടങ്ങൾ നീ ഉപയോഗപ്പെടുത്തിക്കോളൂ. വലാ തൻസ നിസാബക മിനദ് ദുനിയ. ഐഹിക ലോകത്തെ അതിന്റെ വിഹിതം നീ മറക്കേണ്ടതില്ല. ദുനിയാവിൽ നിനക്കത് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്താം, സമ്പാദിക്കണ്ട, അതുപോലെ തന്നെ ഭൗതികമായ നേട്ടങ്ങളൊന്നും വേണ്ട എന്ന ജീർണതയിലേക്കോ നിഷ്ക്രിയത്വത്തിലേക്കോ അല്ല ഇസ്ലാം നയിക്കുന്നത്. മറിച്ച് ആവശ്യത്തിന് ദുനിയാവിൽ ഇജ്ജത്തോടു കൂടി ജീവിക്കാനുള്ള വിഭവങ്ങൾ ദുനിയാവിൽ നേടണം. ആ ഓഹരി നമ്മൾ മറക്കണ്ട. പക്ഷേ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ആഖിറമാണ്. ആഖിറത്തിന് വേണ്ടി നമ്മൾ അത് ഉപയോഗപ്പെടുത്തണം. അതല്ലാതെ ആഖിറം മറന്ന് ദുനിയാവിന് വേണ്ടി ദുനിയാവ് നേടുന്നവർ മുസ്ലിമീങ്ങളല്ല, യഥാർത്ഥ മുഅ്മിനീങ്ങളല്ല. അവർ സാക്ഷാൽ ഖാറൂനിന്റെയും ഫിർഔനിന്റെയും ഹാമാനിന്റെയും നമ്രൂദിന്റെയും ആദിന്റെയും സമൂദിന്റെയും ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും പാരമ്പര്യം പേറുന്നവരാണ്. ഈ ചരിത്രം നമ്മെ അത് ഓർമ്മപ്പെടുത്തും. ബാക്കി നിങ്ങൾ കേൾക്കുക. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ആ മനുഷ്യർ ഖാറൂനെ ഉപദേശിക്കുകയാണ്, അല്ലാഹു നിനക്ക് ഗുണം ചെയ്തതുപോലെ അല്ലാഹു ചെയ്തു തന്ന സുഹൃതങ്ങൾ, നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അവന് വേണ്ടി സുഹൃതം ചെയ്യാൻ, അവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നീ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു നിനക്ക് ഗുണം ചെയ്തു, നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഗുണം ചെയ്യുക. നോക്കൂ നിങ്ങൾ, എത്ര മഹത്തായ ഉപദേശമാണ്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്. നിന്റെ അധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഭൂമിയിൽ നീ അതിക്രമം കാണിക്കരുത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും അധികാരികൾക്കും അഴിമതിക്കാർക്കും ഇസ്ലാമിന്റെ പേര് വെച്ച സ്ഥാനീയർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനിൽ അവർ വിരാജിക്കുന്ന നേട്ടങ്ങൾ മതിമറക്കാതിരിക്കാൻ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്ന പാഠമാണിത്. നിങ്ങളുടെ അധികാരവും സ്ഥാനവും നേട്ടവും ആളുകളോട് അക്രമം കാണിക്കാൻ നിങ്ങൾ വിനിയോഗിക്കരുത്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കരുത്. വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള്. അല്ലാഹു ഫസാദ് ഉണ്ടാക്കുന്നവരെ, തോന്നിവാസികളെ, നാശം കാണിക്കുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ദുനിയാവിന്റെ പേരിൽ സന്തോഷിക്കുന്നവരെയും ദുനിയാവ് കൊണ്ട് ഫസാദ് ഉണ്ടാക്കുന്നവരെയും ആളുകളെ ദ്രോഹിക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഇത് കേട്ടപ്പോൾ ഖാറൂൻ, ഇന്നും ഇങ്ങനത്തെ ചില അഭിനവ ഖാറൂന്മാരുടെ ജൽപ്പനങ്ങൾ നമ്മൾ കേൾക്കുന്നു സമുദായത്തിലും സമൂഹത്തിലും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖാറൂനിന്റെ മറുപടി, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി.
ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടത് എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ അറിവ് കൊണ്ടാണ്, എന്റെ സാമർത്ഥ്യം കൊണ്ടാണ്, എന്റെ അധ്വാനം കൊണ്ടാണ്. അവലം യഅലം അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ മൻ ഹുവ അശദ്ദു മിൻഹു ഖുവ്വതൻ വഅക്സറു ജംഅ. അല്ലാഹുവിന്റെ മറുപടി, അവൻ അറിയുന്നില്ലേ ഈ വിഡ്ഢി? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് മുമ്പ് എത്രയെത്ര ജനപദങ്ങളെ, സമൂഹങ്ങളെ, ഇവനേക്കാൾ ശക്തരും മല്ലരുമായ, ഇവനേക്കാൾ അംഗസംഖ്യയുള്ള, പരിവാരങ്ങളുള്ള, അനുയായികളുള്ള, സ്ഥാനമുള്ള എത്രയെത്ര സമൂഹങ്ങളെയാണ് അല്ലാഹു മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞത്. വലാ യുസ്അലു അൻ ദുനൂബിഹിമുൽ മുജ്രിമൂൻ. അവരുടെ തിന്മകൾക്കുമേൽ അല്ലാഹു പരലോകത്ത് അവരെ പിടികൂടി ശിക്ഷിക്കും. അവരെ തെറ്റുകളെ കുറിച്ച് അവരോട് ചോദ്യം ചെയ്യുക പോലുമില്ല. അല്ലാഹു അവരെ പിടികൂടി ശിക്ഷിക്കുമെന്നാണ്. ഫഖറജ അലാ ഖൗമിഹി. ശേഷം അല്ലാഹു പറഞ്ഞു, ഇതൊക്കെ കേട്ടിട്ടും അവനൊരു കുലുക്കം ഉണ്ടായില്ല. അവനവന്റെ പരിവാരങ്ങളെ കൊണ്ടും അംഗരക്ഷകരെ കൊണ്ടും അവൻ നേടിയ നേട്ടങ്ങളെ കൊണ്ടും ഫീസീനതിഹി, അവന്റെ എല്ലാ ഭൗതികമായ പരിവേഷങ്ങൾ കൊണ്ടും അലങ്കാരങ്ങൾ കൊണ്ടും അവനതാ സമൂഹ മധ്യത്തിൽ അവന്റെ അംഗസംഖ്യയുമായി, അവന്റെ അനുയായികളുമായി, അംഗരക്ഷകരുമായി അവനതാ പുറപ്പെട്ടു സമൂഹത്തിനിടയിൽ. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയ. അപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കാത്ത ചില ആളുകൾ, ദുനിയാവിന് വേണ്ടി ജീവിക്കുന്ന ചില ആളുകൾ അവനോടൊപ്പം കൂടിയവർ പറഞ്ഞു, ദുനിയാവിനെ ഉദ്ദേശിക്കുന്നവർ പറഞ്ഞു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദു ഹദ്ദിൻ അദീം. ഖാറൂനിന് ലഭിച്ചതുപോലെയുള്ള ഈ അധികാരവും സ്ഥാനവും സമ്പത്തും അംഗരക്ഷകന്മാരും അനുയായികളും ഞങ്ങൾക്കും ലഭിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവർ പറഞ്ഞു, ഖാറൂൻ വലിയ ഭാഗ്യം ലഭിച്ചവനാണ്, അവന് കിട്ടിയത് വലിയ കിട്ടലാണ് എന്നവർ പറഞ്ഞു. എന്നാൽ വഖാലല്ലദീന ഊതുൽ ഇൽം, അല്ലാഹുവിനെ കുറിച്ചും ദീനിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും വിവരമുള്ളവർ, ഇൽമുള്ളവർ, അവർ പറഞ്ഞു, വൈലക്കും, നിങ്ങൾക്ക് നാശം, സവാബുല്ലാഹി ഖൈറുൽ ലിമൻ ആമന വഅമില സാലിഹ. അല്ലാഹുവിങ്കൽ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ഈ ഖാറൂനിനെ പോലെയുള്ള ഭൗതികന്മാർ അവർ നേടിയ നേട്ടങ്ങളെക്കാൾ ഉത്തമം. അത് ഈമാനുള്ളവർക്കും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും അല്ലാഹു നൽകുന്നതാണ്. വലാ യുലഖാഹ ഇല്ല സ്വാബിറൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ക്ഷമയോടെ നിലകൊള്ളുന്ന മുസ്ലിമീങ്ങൾക്കല്ലാതെ അത് കണ്ടെത്താൻ സാധിക്കുകയില്ല. അവർ അതിന് മറുപടി പറഞ്ഞു. ഇതും ഖാറൂനിനെയും കൂട്ടരെയും ചിന്തിപ്പിച്ചില്ല. എന്തുണ്ടായി? അല്ലാഹു പറഞ്ഞു, ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ്. അവനെയും അവന്റെ ഭവനത്തെയും അവന്റെ ധവളക്കൊട്ടാരങ്ങളെയും അവന്റെ ഭൗതിക സാമ്രാജ്യങ്ങളെയും അല്ലാഹു മുച്ചൂടും ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. അല്ലാഹു ഭൂമിയുടെ അടിത്തട്ടിലേക്ക് അവനെ ആഴ്ത്തിക്കളഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഫമാ കാന ലഹു മിൻ ഫിഅത്തിൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ അവനെ സഹായിക്കാൻ ഒരംഗരക്ഷകരും ഉണ്ടായില്ല, ഒരാൾ ബലവും ഉണ്ടായില്ല, ഒരു പരിവാരവും ഉണ്ടായില്ല, ഒരാളും ഉണ്ടായില്ല, അവന്റെ കൂടെ കൂടിയവർ ആരും ഉണ്ടായില്ല. അല്ലാഹു അല്ലാതെ മറ്റാരാണ് അവനെ സഹായിക്കാനുള്ളത്? വമാ കാന മിനൽ മുൻതസിരീൻ. അവൻ സഹായിക്കപ്പെടുന്നവനുമല്ല. നോക്കൂ നിങ്ങൾ, ഇതാണ് ഭൗതികതയുടെ, സ്ഥാനങ്ങളുടെ, അധികാരത്തിന്റെ, ദുനിയാവിന്റെ നക്കാപ്പിച്ചകളുടെ പേരിൽ അഹങ്കരിച്ച് വിരാജിച്ച് മതോന്മത്തരലാകുന്ന, ആഹ്ലാദഭരിതരാകുന്ന ആളുകളുടെ അവസ്ഥ. അവരുടെ പര്യവസാനം ഇതാണ്. ഇത് മുസ്ലിമിന്റെ പാരമ്പര്യമല്ല, ഇത് ഇസ്ലാമിന്റെ പാരമ്പര്യമല്ല, മുസ്ലിമിന് സന്തോഷിക്കാൻ വകയുള്ള കാര്യവുമല്ല. മറിച്ച് ഇസ്ലാമിന്റെ പാരമ്പര്യം, അമ്പിയാക്കളുടെ പാരമ്പര്യം, സലഫു സ്വാലിഹീങ്ങളുടെ പാരമ്പര്യം, അയിമ്മത്തിന്റെ പാരമ്പര്യം, ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠരുടെ പാരമ്പര്യം ദീൻ കൊണ്ട് അഭിമാനമുള്ളവരാകുക, ഇസ്ലാം കൊണ്ട് ജീവിക്കുന്ന ഇസ്സത്തുള്ള മുസ്ലിമായി മാറുക, ആത്യന്തികമായി പരലോകത്തെ സ്വർഗം നേടാൻ വേണ്ടി സന്തോഷം സ്വരുക്കൂട്ടുക. അല്ലാഹു അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും ഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന കാലത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ ഉദ്ദേശിച്ചെന്നോണം അവിടുന്ന് പ്രവചിച്ച വളരെ ഗൗരവമായൊരു ഹദീസിൽ, പ്രത്യേകിച്ച് ആധുനിക കാലത്തെ മുസ്ലിമീങ്ങളുടെ ഭൗതിക നേട്ടങ്ങൾ, അവരുടെ ഇഹലോകത്തോടുള്ള അഭിനിവേശം,
അവരുടെ രാഷ്ട്രീയ ചിന്തകൾ, ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഈ ഹദീസിനെ ചേർത്തു വച്ചാൽ ബുദ്ധിയുള്ള, നേർബുദ്ധിയുള്ള, ഹൃദയം തുടിക്കുന്ന, ഇസ്ലാമിന്റെ, മുസ്ലിമിന്റെ വികാരവും വിചാരമുള്ള ഒരു മുസ്ലിമിനെ ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്ന, അതിനു മതിയാകുന്ന ഒരു ഹദീസാണിത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇമാം അബൂദാവൂദും ഇമാം അഹ്മദും തൊബ്രാനിയുമെല്ലാം അവരെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കൊണ്ടുവന്ന കുറ്റമറ്റ പരമ്പരയിൽ സ്ഥിരപ്പെട്ടൊരു ഹദീസാണ്. സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, യൂശികുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഇസ്ലാമികേതര സമൂഹങ്ങൾ നിങ്ങൾക്കുമേൽ, സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ, കുഫാറുകൾ, ജൂതനസാറാക്കൾ നിങ്ങൾക്കുമേൽ ഭക്ഷണത്തളികക്ക് ചുറ്റും തടിച്ചുകൂടുന്നവരെ പോലെ നിങ്ങളെ നശിപ്പിക്കാൻ, നിങ്ങളെ വകവരുത്താൻ നിങ്ങൾക്ക് ചുറ്റും കൂടുന്ന ഒരു കാലഘട്ടം വരും. ഭക്ഷണത്തളികക്ക് ചുറ്റും വിശന്നിരിക്കുന്നവർ എങ്ങനെയാണ് അതിനെ സമീപിക്കുക? ആർത്തിയോടെ, വിശപ്പോടെ, കൊതിയോടെ, പൂതിയോടെ, ആഗ്രഹത്തോടെ, അഭിവാഞ്ഛയോടെ. ഇസ്ലാമിന്റെ ശത്രു സമൂഹം നിങ്ങൾക്ക് ചുറ്റും തടിച്ചുകൂടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വഹാബത്തിനത് സങ്കല്പത്തിനപ്പുറത്തായിരുന്നു. അവർ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് ഞങ്ങൾ ന്യൂനപക്ഷമാകുന്നത് കൊണ്ടാണോ? ഞങ്ങൾ കുറച്ചാളുകളായതുകൊണ്ടാണോ? ഞങ്ങൾ എണ്ണത്തിൽ കുറവുള്ളത് കൊണ്ടാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, മറിച്ച് നിങ്ങളന്ന് ധാരാളം ഉണ്ടാകും, എണ്ണത്തിൽ കുറവൊന്നുമില്ല. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. മുസ്ലിമീങ്ങൾ ഇവിടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല. ബൽ അൻതും യൗമഇദിൻ കസീർ വലാകിന്നകും ഗുസാഉൻ കഗുസാഇ സൈൽ, മറിച്ച് എണ്ണത്തിൽ നിങ്ങൾ എമ്പാടുമുണ്ട്, പക്ഷേ നിങ്ങളുടെ എണ്ണം കൊണ്ടൊരു ഉപകാരവുമില്ല. മലവെള്ളപ്പാച്ചിലെ ചപ്പു ചവറ് ചണ്ടികളെ പോലെ നുരയും പതയുമായ വിസർജ്യങ്ങളായി, മാലിന്യങ്ങളായി നിങ്ങൾ അധപ്പതിക്കും. എണ്ണത്തിൽ കുറവൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനുമായുള്ള ബന്ധം തെറ്റിച്ചു നോക്കിയാൽ അവിടെയാണ് കാര്യം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ എണ്ണത്തിൽ കുറവില്ല, നിങ്ങളുടെ നിലവാരം ഇതായിരിക്കും, ദീനുമായുള്ള ബന്ധത്തിൽ. വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ വലയൻസിഅന്ന അല്ലാഹു മിൻ സുദൂരി അദുവികുമുൽ മഹാബത മിൻകും. നിങ്ങളെക്കുറിച്ചുള്ള പേടി, ഒരു മുസ്ലിമിന്റെ ഇസ്സത്തോടെ നിങ്ങൾ ജീവിക്കാത്തതിനാൽ നിങ്ങളെക്കുറിച്ചുള്ള പേടിയും ഗാംഭീര്യവും ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന്, വിശ്വാസ ജീർണതയുടെ പുഴുക്കുത്തിൽ, കുപ്പത്തൊട്ടിയിൽ ജീവിതം ദുനിയാവിന് വേണ്ടി തുലച്ചു കളഞ്ഞ ശത്രുക്കൾ പോലും നിങ്ങളെ പേടിക്കാത്ത ദുർഗതി വരും. അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള ഗാംഭീര്യവും പേടിയും അല്ലാഹു ഊരിയെടുക്കും. മറ്റു രാഷ്ട്രീയമായ ഒരു കാരണം നീ വിലയിരുത്തേണ്ട, അല്ലാഹു ഊരിയെടുക്കും. പടച്ചറപ്പ് അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളോടുള്ള പേടിയും ഗാംഭീര്യവും ഊരിയെടുക്കും. ദീനുമായുള്ള നിങ്ങളുടെ ബന്ധം ചപ്പുചവറ് ചണ്ടികളെ പോലെയാണെങ്കിൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വലയഖ്ദിഫന്ന ഫീ ഖുലൂബികുമുൽ വഹൻ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള പേടി ഊരിയെടുക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലാഹു വഹനിട്ട് തരും. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്താണ് ഈ വഹൻ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹുബ്ബുദ് ദുനിയാ വ കറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോടുള്ള നിങ്ങളുടെ പ്രേമവും മരണത്തോടുള്ള നിങ്ങളുടെ വെറുപ്പും, ഐഹിക ലോകത്തോട് നശിക്കുന്ന ദുനിയാവിനോടുള്ള നിങ്ങളുടെ ഇഷ്ടവും, നിങ്ങളുടെ സ്വപ്നങ്ങളും അഭിലാഷങ്ങളും ഇവിടെ മാത്രം പരിമിതപ്പെടുന്ന വൈകൃതവും, കുഫാറുകളുടെ നിലവാരമായ ചിന്തയും, അതുപോലെ തന്നെ എപ്പോഴും മരിക്കണമല്ലോ എന്ന ചിന്തയില്ലാത്ത മരണത്തോടുള്ള വെറുപ്പും, ഇതാണ് മുസ്ലിമീങ്ങളെ നശിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞുള്ളൂ, ബുദ്ധിയുള്ളവർക്ക്, നേരെ കൽബുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരുപാട് പാഠങ്ങൾ ഈ ഹദീസിന്റെ ആഴങ്ങളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെ ഭൗതിക ലോകത്തെ അനുഗ്രഹങ്ങളും അല്ലാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി, പരലോകത്തിനു വേണ്ടി, അല്ലാഹുവിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉന്നതിയിലാകാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന അന്തസ്സുള്ള, അഭിമാനമുള്ള, ഇസ്സത്തുള്ള യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു അൻഹു ഖലീഫയായ സന്ദർഭത്തിൽ തന്റെ ഭരണീയരോട് ഓർമ്മപ്പെടുത്തിയ മഹത്തായ ഒരു വാക്കുകൂടി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നഹ്നു ഖൗമുൻ അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം ഫമതബ്തഗൈന അൽ ഇസ്സ ബിഗൈരിഹി അദല്ലനല്ലാഹ്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാം കൊണ്ട് ഇസ്സത്ത് നൽകിയ സമൂഹമാണ്, മുസ്ലിമീങ്ങളാണ് നമ്മൾ, അല്ലാഹുവിന്റെ ദീനിന്റെ വക്താക്കളാണ് നമ്മൾ. ആ ദീനിനെ വിട്ട് നിങ്ങൾ അന്തസ്, ദീന് കൊണ്ടല്ലാതെ നിങ്ങൾ അന്തസ് ആഗ്രഹിച്ചാൽ, ദുനിയാവ് കൊണ്ടോ ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ടോ നിങ്ങൾ അന്തസ്സും പ്രതാപവും അധികാരവും ആഗ്രഹിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദല്ലനല്ലാഹ്, നമ്മെ നിന്ദിക്കും, നമ്മെ പതിതരാക്കും. ശത്രുക്കൾക്ക് നമ്മുടെ മേൽ അധികാരവും അതുപോലെ തന്നെ ശക്തിയും ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുരവസ്ഥയിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ارحم والدينا كما ربيانا صغارا. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين.